വചനം പറയുന്നു, വല്ല ഊനമോ വിരൂപതയോ ഉള്ള കാളയെ എങ്കിലും ആടിനെയെങ്കിലും നിന്റെ ദൈവമായ യഹോവയ്ക്ക് യാഗം കഴിക്കരുത്, അത് നിന്റെ ദൈവമായ യഹോവയ്ക്ക് വെറുപ്പാകുന്നു. പഴയ നിയമത്തിൽ ദൈവത്തിന് കൊടുക്കുന്നത് പെർഫെക്റ്റ് ആയിരിക്കണം, അഥവാ ഊനമില്ലാത്തതായിരിക്കണം, പൂർണ്ണതയുള്ളതായിരിക്കണമെന്ന് ദൈവത്തിന് നിർബന്ധമുണ്ടായിരുന്നു. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ദൈവം നമ്മെ തിരഞ്ഞെടുത്തത് നാം പൂർണ്ണതയുള്ളവരോ ഊനമില്ലാത്തവരോ ആയതുകൊണ്ടല്ല. വചനം പറയുന്നു, ജ്ഞാനികളെ ലജ്ജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ ഭോഷത്വമായത് തിരഞ്ഞെടുത്തു, ബലമുള്ളതിനെ ലജ്ജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ ബലഹീനമായത് തിരഞ്ഞെടുത്തു. നാം ഊനമുള്ളവരും ബലഹീനരും ഒക്കെ ആയിരിക്കുമ്പോൾ തന്നെ നാം ദൈവത്തിനു കൊടുക്കുന്നത് ഊനമില്ലാത്തതായിരിക്കണം, അഥവാ നാം ദൈവത്തിനു കൊടുക്കുന്ന സ്തുതിയും ആരാധനയും മറ്റൊരാളുടെയോ സമൂഹത്തിൻ്റെയോ നിർബന്ധത്താൽ ആണെങ്കിൽ അത് ഊനമുള്ളതാണ്. എന്നാൽ ആരുടെയും പ്രേരണയില്ലാതെ നീയും ദൈവവുമായുള്ള ബന്ധത്തിൽ നിന്ന് ഉടലെടുക്കുന്നതാണ് ആരാധനയെങ്കിൽ അത് ഊനമില്ലാത്തതാണ്. അങ്ങനെ ഊനമില്ലാത്തത് നമ്മുടെ അതരത്തിൽ നിന്നും ഹൃദയത്തിൽ നിന്നും നമ്മിൽ നിന്നും പുറപ്പെടട്ടെ. God bless you.